പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മനോരമയും തമ്മിൽ നേർക്കുനേർ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മനോരമയുടെയും മാമൻ മാത്യുവിന്റെയും പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പിണറായിയുടെ ഇന്നത്തെ പത്രസമ്മേളനം. അത് തന്നെയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ ഹൈലൈറ്റും. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ അംഗം ഇതെവിടെ ചെന്ന് അവസാനിക്കും? അല്ല, ഈ അംഗം അവസാനിക്കൊന്നുമില്ല. ഇത് വർഷങ്ങളായി തുടരുന്ന ഒരു അംഗമാണ്. കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് മരിക്കും എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരു പൈതൃകം പേറുന്നൊരു പത്രമാണ് മനോരമ. അപ്പൊ മനോരമയെ സംബന്ധിച്ച് ഇത് തുടക്കം കൊടുക്കുകയൊന്നുമില്ല. സി പി എമ്മിനെ സംബന്ധിച്ച് തുടക്കം കൊടുക്കുകയൊന്നുമില്ല. കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് ഇതൊക്കെ നേരിടാൻ സി പി എമ്മിന് അറിയാം. പക്ഷെ ഈ സാഹചര്യം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യം. കാരണം ഇഡിയുടെ റെയ്ഡ് വന്നിട്ടുണ്ട്. അതില് വീണ വിജയന്റെ പേര്, ആ വീണ വിജയന്റെ പേര് വന്നതും തന്റെ പേര് അതിൽ കൊടുത്തിരിക്കുന്നതും എങ്ങനെയാണ് അത് കൊടുത്തത്, എന്തുകൊണ്ടാണ് അത് കൊടുത്തത് എന്നുള്ളതൊക്കെ പിണറായി വിജയൻ അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഹവാലയിൽ തങ്ങൾക്ക് യാതൊരു ഇടപാടുമില്ല, കൈകൾ ശുദ്ധമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു കാര്യം കേട്ടപ്പോൾ. അതെന്താന്ന് വെച്ചാല് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പിണറായി പറഞ്ഞൊരു കാര്യം ഞാൻ കൈരളി ചാനലിലെ ചർച്ചയിൽ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ നമ്മുടെ കയ്യിലിപ്പോ ഇവരുടെ പ്രസ് റിലീസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇഡിയുടെ പ്രസ് റിലീസ് ഉണ്ട്. ആ ഇഡിയുടെ പ്രസ് റിലീസിൽ പറഞ്ഞേക്കണ ഒരു കാര്യം, ശ്രീമതി വീണ ഡോട്ടർ ഓഫ് ശ്രീ പി വിജയൻ. അത് പറഞ്ഞില്ലെങ്കിൽ എന്തിനാ? സാധാരണ അത് പറയാറില്ല. പിന്നെ താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ താങ്കളെ വിളിച്ച് ഇത് ആദ്യം തന്നെ ചോദിച്ചപ്പോ താങ്കൾ പോയി വെബ്സൈറ്റിലാണ് തിരഞ്ഞു നോക്കി. ഇവര് വെബ്സൈറ്റിലല്ല, ഇവര് എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ പൊതുവിൽ അങ്ങനെയാണ് അവർ ചെയ്തു വരുന്നത്. അല്ല, പൊതുവിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാറുണ്ട. അതായത് ആരെങ്കിലും പിടിക്കുന്നു, അവർക്കെതിരെ അന്വേഷണം നടത്തുന്നു, അപ്പൊ അവരുടെ അച്ഛന്റെ പേര് പറയാറുണ്ടല്ലേ. ഇനി ഓക്കെ, അടുത്തത് പി വിജയൻ എന്ന് പറഞ്ഞ് കൊടുത്താണെങ്കിൽ തന്നെ എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അതിലൊരു രാഷ്ട്രീയമുണ്ട്. അല്ല, ശരിക്കും പറഞ്ഞാൽ അത് പോരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൂടി എഴുതി വെക്കായിരുന്നു. നൗ ദ ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ഹീസ് ഓൾസോ എ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ഫ്രം CPM എന്നുകൂടി എഴുതായിരുന്നു. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം കൂടി എഴുതായിരുന്നു, ആൻഡ് ഹീസ് ഹാവിങ് എ ലാർജ് മോൾ ഓൺ ദ റൈറ്റ് ഷോൾഡർ ഓഫ് ദ, ഈ പറയുന്ന പോലെ റൈറ്റ് ഷോൾഡർ എന്നുകൂടി എഴുതായിരുന്നു. കാരണം ഇനി ആളെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മറ്റേ മറുകൊക്കെ എഴുതി വെക്കുമല്ലോ, അപ്പൊ അതും കൂടി എഴുതിയെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? എന്തൊരു വേഷം കെട്ടാടോ ഈ കാണിക്കണെന്ന്. ഇന്ന് പിണറായി ചോദിച്ചതിന് മനോരമക്ക് വല്ല മറുപടി ഉണ്ടാ? മനോരമയുടെ ലേഖാനമൊക്കെ ഇവിടെ ഉണ്ടായില്ല. പുള്ളി അവിടെ കസേരയുടെ അടിയിൽ കുനിഞ്ഞു കിടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ തന്നെ വന്നിട്ട് സുജിത് നായരൊക്കെ വന്ന് ലേഖനം എഴുതുവാങ്ങാണ്. എന്ത് മറ്റേ മനോരമക്ക് പിന്നെ വാർത്തയൊന്നും വേണ്ടല്ലോ, അപ്പൊ സ്വല്പം കഥ എന്ത് ചെയ്താൽ മതി. അപ്പുറത്ത് നിന്ന് മറ്റേ ഇവര് വായിക്കുന്നു, ഡ്രാക്കുള വായിക്കുന്നു, കണ്ട് ഇപ്പുറത്ത് നിന്ന് കഥ എഴുതുന്നു, അത് ചെയ്താൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിണറായി ചോദിച്ചൊരു ചോദ്യം, ഈ ഹവാല കടത്തിയിരിക്കുന്നു, അതുപോലെ മറ്റേ ഏത് 2015, 16, 17 കേസിന് 2020 ശേഷം കല്യാണം കഴിച്ച ഒരാളാ അയാളുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന് ഇട്ട് കൊടുത്തുന്നു. എവിടെ നിന്ന് ഈ വാർത്ത കിട്ടിയത്? അതായത് പ്രജിതയെ കുറിച്ച് ഞാൻ പറയുന്നതാണ്. പ്രജിതയുടെ ഹസ്ബൻഡും പ്രജിതയുമായിട്ട് പരിചയപ്പെടുന്നതിനും 5 കൊല്ലം മുമ്പേ സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇത് പുള്ളി പറഞ്ഞത് പണ്ട് പുള്ളിക്കെതിരെ വന്ന CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസും അതുപോലെ തന്നെ ഹവാല. പിന്നെ മനോരമ എപ്പോഴെങ്കിലും വാർത്ത എഴുതുമ്പോൾ കണ്ടിട്ടുണ്ട് SNC ലാവലിൻ കേസിൽ ഹൈക്കോടതി വെറുതെ വിട്ടതാണെന്ന് എഴുതി കണ്ടിട്ടുണ്ട? മനോരമ അല്ലേ, ഏതെങ്കിലും മാധ്യമം എഴുതി കണ്ടിട്ടുണ്ട? ഞാൻ താങ്കളെ പോലെ ചിലരൊക്കെ തന്നെ ഇത് അറിഞ്ഞത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഹൈക്കോടതി വെറുതെ വിട്ടാണ്. അതിനു മുമ്പ് വിചാരിച്ചത് ഏതാണ് ഹൈക്കോടതി പിണറായി വിജയനെ ശിക്ഷിച്ചതിന് ശേഷം പിണറായി നേരെ ഓടി സുപ്രീം കോടതി ചെന്നിട്ടുള്ള കേസാണെന്നാണ്. അല്ല. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള വാർത്ത എഴുതി സ്വന്തം മണ്ണിനടിയിലെ കാലിനടിയിലെ മണ്ണ് ചോരുന്നത് ഇവരറിയുന്നില്ല കേട്ടാ. ഏതാണ്ട് 2 ലക്ഷം സർക്കുലേഷൻ കുറഞ്ഞു. മനോരമയുടെ ചരിത്രത്തിൽ നിന്ന് അവരെ സർക്കുലേഷൻ കുറഞ്ഞിട്ടില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് സർക്കുലേഷൻ ക്രമാതീതമായി കുറഞ്ഞു. അത് തന്നെ മറ്റേ കണക്കൊക്കെ മാറ്റി എഴുതിയിട്ടാണ് മറ്റേ സർക്കുലേഷൻ നിർത്തിയേക്കണം. എന്നിട്ട് ഇപ്പൊ ഇതുപോലെയുള്ള കള്ളങ്ങൾ എഴുതി പഠിച്ചുകൊണ്ട് നമ്മൾ തമ്മിലല്ലേ, ഞാൻ ഓർക്കണത് ഈ വാർത്തയെ കുറിച്ച് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഞാൻ അന്ന് മറ്റേ കൈരളി TV നിന്ന് പറഞ്ഞ കാര്യമാണ്.
7 തവണ ഞാനന്ന് കൈരളി ടിവിയുടെ ചർച്ചയിൽ എന്ന് പറഞ്ഞ 7 തവണ വീണ വിജയന്റെ പേര് പരാമർശിച്ചേക്കണ ഇതിനകത്ത്. എന്നിട്ട് ലാസ്റ്റ് ഒരു തള്ളും കൂടി. അതായത് ഇതിൽ ഈ മറ്റേ റെയ്ഡൊക്കെ നടത്തിയതെന്ന് കുറെ ഹവാല ഇതെല്ലാം എന്ത് ചെയ്തു, കണ്ടെടുത്തു. ഏത് 3-4 മാസം മുമ്പ് നടത്തിയ റെയ്ഡിന്റെ കഥ കൂടി ഇപ്പൊ കൂട്ടിച്ചേർത്ത് വെച്ച് അങ്ങോട്ട് തള്ളിയേക്കണേണ്. പിന്നെ ചിലപ്പോ ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം മനോരമ കുറെ കഴിഞ്ഞ് എഴുതിയത്. മറ്റേ ചാരക്കേസ് എഴുതിയ പോലെ തന്നെ ഇതും എന്ത് ചെയ്യേണ്ടി വരും. മാറ്റി പറയും. ഇപ്പൊ ചാരക്കേസ് എന്ന് പറഞ്ഞാൽ മാറ്റി പറയൂലല്ലോ. ജനത്തിനും ബോധമൊന്നുമില്ലല്ലോ. ജനത്തിന് ഇതൊക്കെ മറന്നുപോകല്ലോ. അതുകൊണ്ട് ചാരക്കേസൊക്കെ ഇപ്പൊ ആളുകൾ മറന്നില്ലേ. പണ്ട് നമ്പി നാരായണനൊക്കെ എവിടെ നിന്ന് എടുത്താണ് ശരിക്കും പറഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുത്തത്? അത് ജനം ഓർക്കണ്ട. നമ്പി നാരായണൻ എവിടെ നിന്ന് എടുത്താണ് കോമ്പൻസേഷൻ കൊടുത്തത്? നിങ്ങളുടെ എന്റെയൊക്കെ കാശിൽ നിന്ന് എടുത്ത് കൊടുത്തത്. സത്യം പറഞ്ഞാൽ മനോരമയുടെ ഓടിച്ചിട്ട് പിടിച്ച് മാമൻ മാത്തിന് കുത്തിന് പിടിച്ച് കാശി മേടിച്ച് കൊടുക്കണ്ട. ശരിയല്ലേ? 3 വരെ 4 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള മാലി ദ്വീപിലെ ഫൗസിയ ഹാസനും മറ്റേ ഇവരും ഒക്കെ ഇവിടെ വന്ന് രഹസ്യം ചോർത്തി. രഹസ്യം ചോർത്തിന്ന് മാത്രമോ എന്തൊക്കെ വൃത്തികേടുകളാണ് എഴുതി പിടിപ്പിച്ചത്. അപ്പൊ അതാണ് പുള്ളി ചോദിച്ചത്. പുള്ളി ചോദിച്ചത് കുറഞ്ഞു പോയി എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷെ ഇത്തവണത്തെ പിണറായിയുടെ ശബ്ദം എന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകളേക്കാൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോ പറഞ്ഞ ഒരു ടോണും അല്ല, വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ധാർഷ്ട്യത്തോടു കൂടി എന്നൊക്കെ എപ്പോഴും ഇവർ വിലയിരുത്തുമല്ലോ. ആ ഒരു ശബ്ദമേ അല്ല പിണറായിയുടെ. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കൺവേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തിരിച്ചൊരു ചോദ്യം എന്നുള്ളത് വളരെ കുറച്ച് മാത്രമാണ് ആ പത്രസമ്മേളനത്തിൽ വന്നിട്ടുള്ളത്. അല്ല, ഇതൊരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഇത് പറഞ്ഞത്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചൂളി പോകുന്ന വിചാരിച്ചിട്ടാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ ചോദ്യം ചോദിച്ചത്. പുള്ളി ഒരു മാധ്യമത്തിന്റെ ഓർത്തും ചൂളിയിട്ടില്ല. പിന്നെ താങ്കൾ അറിയേണ്ടത് പുള്ളിയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്കുള്ള പത്രസമ്മേളനത്തിൽ പുള്ളിയുടെ ഔദ്യോഗിക പരിപാടികൾ ഉണ്ടാവും, തിരക്കുകൾ ഉണ്ടാവും. അതിന് നടക്കു വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമത് അതിന് കുറച്ചുകൂടി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പൊ പുള്ളി കുറച്ചുകൂടി ഫ്രീ ആണ്. അതിന്റെ ലെവൽ നമുക്ക് ഈ പത്രസമ്മേളനത്തിൽ മാത്രമല്ല കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ കാണാം. കാരണം വെച്ചാൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്, കുറച്ചുകൂടി ഫ്രീ ആണ്. പ്ലസ് ഇത് വന്നപ്പോഴാണ് പുള്ളിയുടെ പതിവ് ശൈലിയിൽ തീർച്ചയായിട്ടും മറുപടി തുറന്ന് പറഞ്ഞത്. ആദ്യം തന്നെ പുള്ളി ഇപ്പൊ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ മറ്റേ ആദ്യം കൊടുക്കുന്നതിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും ഒക്കെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹം വളരെ അസർട്ടീവായ ഒരു കാര്യം കൂടി ഇതിനിടക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഉപനേതാവ് CPM-ന്റെ നേതാവായിരിക്കും. അത് നേതാവിന്റെ പേര് ഞാനങ്ങ് എഴുതി കൊടുത്താൽ മതി. അപ്പൊ അത് CPM-ന്റെ ആയിരിക്കും. CPM-ന്റെ നേതാവായിരിക്കും, ഉറപ്പായിട്ടും CPM-ന്റെ നേതാവായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമസി ഇല്ലാതെ വളരെ കൃത്യമായി കാര്യം വന്നിട്ടുണ്ട്. നമ്മൾ ഈ മനോരമ വാർത്തയിലേക്ക് വന്ന മനോരമയുടെ ഈ വാർത്തയുടെ സോഴ്സ് എന്താണ്? അതായത് വീണ വിജയന് കിട്ടിയ പണം വീണ വിജയൻ മറ്റേ ഇവരുടെ അക്കൗണ്ടിലേക്ക് നീക്കിയെന്നും അതുപോലെ വീണ വിജയൻ ഏതാണ്ട് ഹവാല പണം വിദേശത്തേക്ക് കടത്തിയെന്നും ഒക്കെ തോന്നിക്കുന്ന ധാരണയിലുള്ള വാർത്ത കൊടുത്ത് ഈ ആളെ പറ്റിക്കുന്ന പണി നിങ്ങൾ നിർത്തൂ എന്നാണ് പറയാനുള്ളത്. സത്യത്തിൽ ഈ പറയുന്ന പരാമർശങ്ങളൊന്നും EDയുടെ പ്രസ് റിലീസിൽ ഇല്ലല്ലോ. അല്ല, EDയുടെ പ്രസ് റിലീസ് ED ഭംഗിയായിട്ട് ഇതുപോലെ ഇതിനു വേണ്ടി എറിഞ്ഞു കൊടുത്തേക്കണ എല്ലും കഷ്ണമാണ്. മറ്റേ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ടല്ലോ, മീഡിയ എന്ന് പറയുന്നത് മറ്റു രാഷ്ട്രീയക്കാരുടെ എല്ലും കഷ്ണങ്ങൾ ഉറിഞ്ചി കുടിക്കുന്ന ആളുകളാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇത് എറിഞ്ഞു കൊടുത്തേക്കുന്ന കാര്യമാണ് ED. കാരണം ED ഒരു വേഗമായിട്ടുള്ള ഇതങ്ങ് കൊടുക്കുന്നു. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇത് ആരുടേതാണെന്ന് ഊഹിക്കാം. ഇപ്പൊ സാധാരണ ഒരാളത് വായിച്ചു നോക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 തവണ പറഞ്ഞേക്കണത് ഈ പറയുന്ന വീണയുടെ പേരാണ്. അപ്പൊ വീണ ടീയുടെ പേര് തായ്ക്കണ്ടിയിലെ പേരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്ത് ചെയ്യാം, മറ്റേ ഈ ലാസ്റ്റ് ഹവാല കടത്തൂക്ക് നടത്തിയിരുന്നത്. ഏത് 9 സ്ഥലത്ത് റെയ്ഡ് നടത്തി. അതിൽ ആരെങ്കിലും ഹവാല നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഹവാല നടത്തിയതിന്റെ രേഖകൾ കൂടി കണ്ടെത്തി. പിന്നെ എന്താണ് ഇവര് പറയണത്? ലൂസ് ഷീറ്റുകളിൽ എഴുതി വെച്ചേക്കണത് നിരവധി കേസുകളിലുണ്ട്. ഞാനിപ്പോ അതിന്റെ ലിസ്റ്റ് ഒന്നും വായിക്കുന്നില്ല. ജെയിൻ ഹവാല കേസ് ഇതുപോലെ നിരവധി കേസുകളിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് കൊറാബറേറ്റീവുള്ള എവിഡൻസ് ഇല്ലെങ്കിൽ ഇതൊന്നും നിൽക്കില്ല എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും കിട്ടിയിട്ടുള്ള തുണ്ടുകടലാസും കൂട്ടി അതും കൂട്ടി വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ തവണ ചോദിച്ച പോലെ 182 കോടി രൂപയുടെ അഴിമതി നടന്നത്. പക്ഷെ 178 കോടി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഈ 2.25 കോടിയിൽ കിടന്ന് തൂങ്ങുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 2.25 കോടി തന്നെ എങ്ങനെ വന്നു എന്നുള്ളത് മാധ്യമപ്രവർത്തകർക്ക് അറിയും. 1.72 കോടി രൂപ 5 ലക്ഷം 3 ലക്ഷം വീതം 8 ലക്ഷം വീതം മേടിച്ചത്. പിന്നെ 50 ലക്ഷം ഇതെടുത്തിട്ടുള്ളു, അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുള്ളു. പിന്നെ ബാക്കി 50 ലക്ഷം അവിടെ നിന്ന് അത് തിരിച്ചടച്ചതാണ്. അതായത് മൊത്തം ട്രാൻസാക്ഷൻ എമൗണ്ട് ആണ് ഇവര് കണക്ക് കൂട്ടുന്നത്. മനസ്സിലായ?
അതുപോലെ ഒരു കമ്മതി കണക്കങ്ങ് എഴുതി വെച്ചേക്കണേ 20 കോടി രൂപയിലധികം. എന്നിട്ട് അത്രയും കോടി രൂപ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഈ വരവിൽ കവിഞ്ഞ പണം കൈകാര്യം. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ 3 അക്കൗണ്ട് ഉണ്ട്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ 20,000 രൂപ ഉണ്ട്. ആ 20,000 രൂപ ഞാൻ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ അക്കൗണ്ടിൽ നിന്ന് ഇപ്പുറത്തെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്ത് 60,000 രൂപയോ ആവുക? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഒരു സിനിമയിൽ പറയുന്നുണ്ട്, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാടാന്ന് പറഞ്ഞ് പിന്നെ അടുത്തൊരു വാചകം പറയുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇതാവുക? അപ്പൊ വെറുതെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ഈ കേസ് ഇതുവരെ മാസപ്പടി എന്നുള്ള വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നതല്ല. ഇതിനുശേഷം ഇപ്പൊ പറയുന്നത് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി, അതുപോലെ തന്നെ അതിനുശേഷം പറയുന്നു സോളസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടുള്ള ബന്ധവും ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇഡിയുടെ പ്രസ് റിലീസ് നോക്കുമ്പോൾ ഈ പറയുന്ന കമ്പനികളുടെ ഈ പേരൊന്നുമില്ല. ലേക്കർ ഇന്ത്യയിൽ ഇവർക്ക് എന്താ എങ്ങനെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു? ഇപ്പൊ പറയുന്ന വിവരങ്ങൾ, പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ആ കമ്പനിക്ക് പോലും അതിന്റെ നടത്തിപ്പിന് വേണ്ടുന്ന രേഖകൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഷോക്കിംഗ്. ഞെട്ടിത്തരിക്കുക. ഞാൻ ഇവിടെ നിന്ന് ഞെട്ടണ പോലെ അഭിനയിക്കുക, വേണമെങ്കിൽ ഷോക്ക് അടിപ്പിച്ചു. എന്റെ പൊന്നു പ്രജിത, ഒരു കമ്പനി തുടങ്ങി, ഒരു ചെറിയ സ്ഥാപനമാണ്, 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ്. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലും അല്ല, അതൊരു പാർട്ണർഷിപ്പ് ഫേമാണ്. ഇപ്പൊ പ്രജിത നാളെ വന്നിട്ട് പ്രജിത എൻ്റെ അടുത്ത് പറയാണ്, രജീഷ് സാറേ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ റൂം എടുത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ആ തുടങ്ങുമ്പോൾ നമ്മളൊരു മറ്റേ ഇതിനെ അപേക്ഷിച്ചു, ഏതിന്, ഒരു ലൈസൻസിന് വേണ്ടി ഈ ഇവിടുത്തെ കോർപ്പറേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. കുറച്ചു നേരം കഴിയുമ്പോൾ കോർപ്പറേഷൻ പറഞ്ഞു അത് രേഖയൊന്നും കാണാനില്ല, ഇവിടെ ഒന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പുറകെ നടന്ന് മുട്ട് തെയ്യുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയണേ നിങ്ങൾ തന്ന രേഖകൾ ശരിയല്ല, അപ്പൊ അതുകൊണ്ട് മറ്റേ ഇതിന് വ്യത്യാസമുണ്ട്, കാരണം ഇതിന്റെ റെന്റ് അഗ്രിമെന്റിൽ അതില്ല, ഇതില്ല, ടാക്സ് അടച്ച റെസീപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വിട്ടുപോയിട്ടാ. ഇത് ഇത്ര തലപോട കേസൊന്നുമല്ല ഇത്. ഞാൻ പറഞ്ഞത് ഇത് എടുക്കേണ്ടതാണ്, ശരിയാണ്. പക്ഷെ ഇത് ഇത്ര തലപോട കേസൊന്നുമല്ല. നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു 500 എണ്ണം അങ്ങനെ ഉണ്ടാവും. പിന്നെ അടുത്ത ഡയലോഗ്, അതൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ ദുരൂഹത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഡയലോഗാണ്. ഇടക്ക് മാത്രമേ തുറക്കുന്നുള്ളൂ, ആളുകൾ വന്നിട്ട് പോകുന്നത് കാണാം. ഞാൻ താങ്കൾ വർക്ക് ചെയ്ത പഴയൊരു സ്ഥാപനമുണ്ട്, പേരെന്താന്ന് ഞാനിവിടെ പറയുന്നില്ല. ആ പഴയ സ്ഥാപനത്തിന് താങ്കൾ വിട്ട പെൻഡൊപ്പം അതിന്റെ താഴെ 2 ഗോഡൗണുകളുണ്ട്. അത് വല്ലപ്പോഴുമേ തുറക്കാറില്ല. നമ്മൾ എന്നുകൊണ്ട് അവിടെ കാറിട്ടോ അന്ന് അവർ തുറക്കാൻ വരും. അല്ലെങ്കിൽ ഇന്ന് വരെ ഞാനത് തുറന്നു കണ്ടിട്ടില്ല. ഞാൻ ആകെ തുറന്നു കണ്ടേക്കണെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ഫ്രണ്ടിൽ കൂടെ കാറിട്ടൊരു ദിവസം അവർ വന്ന് സാറേ കാറൊന്ന് മാറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ അല്ല സാറേ ഞങ്ങൾ തുറക്കാൻ പോണത്. അവർ തുറന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവർ എന്റെ കാറ് മാറ്റിയിടാൻ വേണ്ടി മാത്രമാണ് തുറന്നത്. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് ഞാൻ താങ്കൾ വർക്ക് ചെയ്ത പഴയ സ്ഥാപനത്തിൽ കയറി താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അത് അടച്ചിട്ടാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവര് ദുരൂഹത ആണാ? എന്റെ പൊന്നു സുഹൃത്തെ, അത് എക്യുപ്മെന്റ്സും മറ്റേ ഒരു കമ്പനിയാണ്, ഒരു ഡോക്ടറാണ് പാർട്ട്ണറായിട്ടുള്ളത്. അപ്പൊ നമുക്ക് പരിചയമുള്ള ഡോക്ടർ വന്നിട്ട് പറയണം നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്ലാനുണ്ട്, അപ്പൊ വന്നാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്, അതായത് മരുന്ന് മേടിക്കുന്നു, അത് വില കൂടിയ വിലക്ക് നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള വിലക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയ ലാഭം കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ആ ബിസിനസ് ചെയ്യാം, നിങ്ങളൊരു ഇത്രയും കാശ് മുടക്കിയാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ കാശ് മുടക്കുന്ന എന്തോരം പേരുണ്ട്. അല്ലാതെ അതിന്റെ പുറത്ത് ഒരു കാര്യം കൂടി ഞാൻ താങ്കളുടെ അടുത്ത് ചോദിക്കട്ടെ, ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല, ഒരു ചെറിയ കമ്പനിയാണ്, മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് 2023. അപ്പൊ അവർക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നു? ശരിയാണ്, അവര് മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ളത് കൊണ്ട് അവർക്ക് നിങ്ങളായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ടാ? ഇല്ലല്ലോ. അപ്പൊ അവരൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ശ്രമിച്ചു. അതിനെന്താ തെറ്റുള്ളത്? അതിലിപ്പോ ഒരു കോർപ്പറേഷൻ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലെങ്കിൽ ആണ് നമ്മൾ പിന്നെ ദുരൂഹതയാണ് മുഴുവൻ. ഈ എറണാകുളത്ത് നമുക്കിപ്പോ ഇറങ്ങാം, ഇവിടെ നിന്ന് ക്യാമറ എടുത്തോ, പുറകെ പോരട്ടെ, ക്യാമറ പറ്റിയ കുളത്തിലേക്ക് ആട്ടെ എന്ന് പറഞ്ഞാൽ പുറകെ പോട്ടെ. ഈ തൊട്ടടുത്തുള്ള കടകളിൽ എത്രണ്ണത്തിൽ ലൈസൻസ് ഉണ്ടെന്ന് ഞങ്ങൾ നോക്കൂ. ഇവിടെ പുറമ്പോക്കിൽ വെക്കുന്ന കടകളുണ്ട്, ഉണ്ടായില്ലേ? നമുക്ക് മറ്റേ എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവിൽ അതിന്റെ സൈഡിലും പോയി നോക്കാം, അത് എത്ര കടക്ക് കോർപ്പറേറ്റ് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ പെട്ടിക്കട വെക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് ഒക്കെ ലൈസൻസ് ഇല്ലെന്ന് ലൈസൻസ് ഇല്ല, എടുക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ആയിട്ട് നോക്കുന്ന ഒരാൾ എന്ത് ചെയ്തു, അത് നോക്കിയിട്ടുണ്ടായില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, അതിന് ഫൈൻ അടച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ.
പിന്നെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹവാല പണം ഇങ്ങോട്ട് കടത്താൻ അങ്ങോട്ട് കടത്താൻ വൈറ്റ് ആക്കാൻ. ഹവാല പറഞ്ഞു വരുന്നത് ഈ 85 ലക്ഷം രൂപ പോയ കാര്യവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് കൊടുത്ത കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹവാല എന്നുള്ള വാക്ക് ഇപ്പോ ഈ ലാസ്റ്റ് റെയ്ഡിന് ശേഷം വരുന്നത് തന്നെ. 85 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ധാരണയുണ്ട്. അത് ഇല്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളെ പോലെ ഇരുന്ന് ഞെട്ടിയാനെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞെട്ടിയാനെ. എന്റെ പൊന്നു പ്രജിത, 85 ലക്ഷം രൂപ ഹവാല പണം ഉണ്ടെന്ന് ഇവരെങ്ങനെ കണ്ടെത്തി എന്ന് പറഞ്ഞു. എവിടെ നിന്ന് കണ്ടെത്തി? ആരുടെ നിന്ന് കണ്ടെത്തി? എന്താ 9 സ്ഥലത്ത് റെയ്ഡ് നടത്തി. അതിൽ ആരെങ്കിലും ഒരാൾ ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അത് വീണാ വിജയന്റെ തലക്കോട്ട് വെക്കണേ. ഈ ഹവാല ഇടപാടൊക്കെ കേരളത്തിൽ എന്തോരം നടക്കുന്നതെന്ന് അറിയും. ഈ KT ജലീൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, വായിച്ചു നോക്കണം താങ്കൾ. ഞാൻ ബാക്കി കൂടുതലൊന്നും എന്നോട് പറയാൻ നിർബന്ധിക്കരുത്, കാരണം വല്ല അബദ്ധത്തിന് സത്യം പറഞ്ഞു ചിലപ്പോൾ. ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയൊക്കെ വീട്ടിൽ നോക്കിക്കോ, മിനിമം ഒരു 100 കോടി രൂപയുടെ ഹവാല കിട്ടുന്നതാകും. പിന്നെ കൂടാതെ ഇപ്പൊ ഈ 85 ലക്ഷം എന്ന് പറയുന്നതിന് പകരം ഒരു 85 കോടി എന്ന് പറയാമായിരുന്നു ഒരു ഗുമ്മിനി. പ്രജിതക്ക് എന്തെങ്കിലും ഒരു ധാരണ ഈ രാഷ്ട്രീയത്തെ കുറിച്ച് ഉണ്ടെങ്കിൽ, പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പ്രജിത വിളിച്ചു ചോദിച്ചാൽ സത്യം പറയണം സാറേ, ഒരു തവണത്തേക്ക് സത്യം പറയണം, ഇത് ശരിയായിരിക്കും എന്നൊന്നും ചോദിച്ചു. ഒരു ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 200 കോടി 500 കോടിയൊക്കെ ആണല്ലോ ഗവൺമെന്റ് ഒരു പ്രൊജക്ട്, ആണോ? പോട്ടെ, ഒരു പാലം പണിയണമെങ്കിൽ പോലും 10 കോടി 15 കോടി വരുമല്ലോ. ഇതിൽ 85 ലക്ഷമൊക്കെ ആണോ ഈ പറയുന്ന പോലെ കൈക്കൂലിയായി മേടിക്കാൻ സാധ്യതയുള്ളത്? പിന്നെ എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ അത്രയും ഇത് പറഞ്ഞുതരാം വലിയൊരു പറഞ്ഞുതരാം. ദ്രൂഹതയായിട്ട് വർദ്ധിപ്പിക്കും? ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സാറിനോട് ചോദിച്ചത് മുഴുവൻ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. മാധ്യമങ്ങൾ ഇപ്പൊ എടുത്തു നോക്കിയാലും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടാകും, അത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അതും സാറ് പറയുന്നത് പോലെ മൊത്തം ദുരൂഹതയാണല്ലോ ഈ ഇതുമായി ബന്ധപ്പെട്ട് ആകെ വന്നിട്ടുള്ളത്. ദുരൂഹത. എന്തുകൊണ്ടാണ് ഇത്രത്തോളം വേട്ടയാടപ്പെടുന്നത്? വീണ ഇത്രത്തോളം വിജയൻ പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളത് ശരി തന്നെ. അദ്ദേഹം നിയമസഭയിൽ ഒരിക്കൽ അദ്ദേഹം ശബ്ദം ഉയർത്തിയത് പോലും മകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളത് കണ്ടതാണ്. വീട്ടിലിരിക്കുന്നവരെ ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും വീണ വിജയന്റെ പേരിലേക്ക് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്നത് റിയാസിന്റെയും വീണ വിജയന്റെയും പേര് തന്നെയാണ്. അപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പോലെ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത്? ഇത് വളരെ ലളിതമാണ്, വളരെ ലളിതം. അതെന്താന്ന് വെച്ചാൽ CPM-നെ തീർക്കണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാവുന്ന ഒരു ആളെന്ന് പറയുന്നത് ഉറപ്പായിട്ടും CPM-ന്റെ മുഖം എന്ന് പറയുന്നത് അത് പിണറായി വിജയനാണ്. ഒന്ന്. അപ്പൊ പിണറായി വിജയനാണ്. രണ്ടാമത്തേത് ഈ പറയുന്ന പോലെ മുഹമ്മദ് റിയാസ് ആണ്. മൂന്നാമത്തേത് വീണ വിജയനാണ്. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ED കേസിൽ കുറെ പേര് അകത്തായല്ലോ. അപ്പൊ നിരവധി വീഡിയോകൾ വന്നു. താങ്കൾ ഒറ്റക്ക് കാണരുത്, ഇതൊരു വലിയ മെഗാ പ്ലാനാണ്. ഇതിങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ എന്താ, അവരുടെ മക്കളൊക്കെ സുഖ സൗകര്യങ്ങളിലൂടെ ജീവിച്ചു പോവുകയാണ്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണ്? എന്നിട്ട് വേറൊരാള് വീഡിയോ ചെയ്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇത് മറ്റേ ED റെയ്ഡിൽ ആക്രമണം നടത്തി അകത്ത് കിടക്കുന്നവന്റെ വീട്, ഇത് ശിവൻകുട്ടിയുടെ വീട്, ഇത് പിണറായി വിജയന്റെ വീട് എന്നൊക്കെ പറഞ്ഞ് ഏതോ വീടുകളുടെയൊക്കെ ഫോട്ടോ. എന്റെ പൊന്നു സുഹൃത്ത്, ഇവർക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു 1975 ഇതുപോലെ അടി കൊണ്ട് തകർന്ന് തരിപ്പണമായി ചോരയുള്ള ഷർട്ടുമായി വന്ന് പ്രസംഗം നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ 1975. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് പുള്ളി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വന്ന് പുള്ളി കുറച്ചും കൂടി നേതാവായപ്പോ ശരിയാണ്, കുറച്ചും കൂടി സൗകര്യങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ടാവും. കാരണം ഇപ്പൊ കന്റോൺമെന്റ് ഹൗസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്തരത്തിൽ ജീവിക്കുന്നുണ്ടാവും. കുഴപ്പമില്ല. മക്കളൊക്കെ വലുതായപ്പോ കുറച്ചുകൂടി കുഴപ്പമില്ലാത്തൊരു വീട് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന് ഉയർത്തി കാണിക്കുന്നു. അതേസമയം കേരളത്തിലെ ബാക്കിയുള്ള ഏതെങ്കിലും നേതാക്കന്മാരുടെ ഇതുപോലെ കമ്പാരിസണ് തയ്യാറായിട്ടുണ്ടോ? ഉണ്ടോ? അതായത് മറ്റേ പൊതുയാത്രയല്ല, സോറി, മറ്റേ നവകേരള യാത്ര നടത്തിയപ്പോൾ അടി കിട്ടിയവന്റെ വീട്, അടി കിട്ടാത്ത മുകളിലുള്ള നേതാവിന്റെ വീട്, അതിന്റെ മുകളിലുള്ള നേതാവിന്റെ വീട് എന്താ കാണിക്കാത്ത? എന്താ? അങ്ങനെ നേതാക്കന്മാരുണ്ടല്ലോ. ഇപ്പൊ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ മക്കള് രണ്ടുപേരും കോൺഗ്രസിന് വേണ്ടി വന്ന് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നവരാണോ? ഇല്ലല്ലോ.
എവിടെ പഠിച്ചെവിടെ? അമൃതയിലാണോ പഠിച്ചത് ഒരാൾ MBBS? ഉം. എനിക്ക് ആ പിള്ളേർ നല്ല പിള്ളേരാണ് ട്ടോ. എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഇതൊന്നും ആരും എന്ത് ചെയ്യില്ല. ഇതെന്താന്ന് വെച്ചാൽ CPM-നെ തീർക്കാൻ, അതായത് CPM-ന്റെ ഇനി അടുത്തൊരു പദ്ധതി വരുന്നുണ്ട്. താങ്കൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, ഞാൻ മാത്രമേ ഇത് പറയുള്ളൂ കേരളത്തിൽ. നിതിൻ നബീൻ വരുന്നു. എങ്ങനെ? ഉം. കേരളത്തിൽ ഓണം ആഘോഷിക്കാൻ. ആരുമായി? രാഷ്ട്രീയ സംഘടനകളിൽ പരിക്കേറ്റ് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി എന്ത് ചെയ്യുന്നു? മാധ്യമങ്ങൾക്ക് ഭയങ്കര വാർത്ത കൊടുക്കും. കാരണം വരുന്ന ആരാ? ഉം. നിതിൻ നബീനാണ്. മനസ്സിലായി? പിന്നെ മാധ്യമങ്ങൾക്ക് അറിയാം വാർത്തയെ കൊടുത്ത കുറച്ച് ചില്ലറ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? വാർത്ത കൊടുക്കും, ഭയങ്കരമായിട്ട് വാർത്ത കൊടുക്കും. അപ്പൊ ഇവിടെ മുഴുവൻ വരാവുന്ന നരേറ്റീവ് എന്താണെന്ന് വെച്ചാൽ, കണ്ടോ എന്തൂരം പേരാണ് CPM ആക്രമിച്ച്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് CPM-ന്റെയാണ്. ഈ പ്രചരണത്തിന് നിങ്ങളുടെ കയ്യിൽ പണമുള്ളത് കൊണ്ടും നിങ്ങൾ ഇതുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടും നിങ്ങൾ അത് കൃത്യം നിരന്തരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് വർഷങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ CPM-നകത്ത് ആരെങ്കിലും വിഘടിച്ചു വന്നാൽ നിങ്ങൾ അവരെ സ്റ്റാറാക്കും. ഗൗരിയമ്മ, MP രാഘവൻ, VS അച്യുതാനന്ദൻ പോരുമോ പോരൂല്ലേ എന്ന് വെച്ചാൽ എന്ത് ചെയ്തിരുന്നു. ഉം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ CPM-നെ കുഴിച്ചുകൂടാൻ നാരേറ്റീവാണ്. ഇത് ഇവിടെ മാത്രമല്ല ചെയ്തേക്കടാ. ഇത് വെസ്റ്റ് ബംഗാളിൽ ചെയ്തിട്ടുണ്ട്, ഇത് ആം ആദ്മി പാർട്ടിയോടും ചെയ്തിട്ടുണ്ട്, ഇതുപോലെ എല്ലാവരോടും ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്യാൻ കുറച്ച് പണിപ്പെട്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ബൈനോക്കുലറും കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ നോക്കിയായിരുന്നു പിണറായി വിജയൻ പിടിക്കാൻ എന്തെങ്കിലും. അപ്പോഴാണ് ആരോ പറഞ്ഞത്, പുള്ള മകൾക്കൊരു കമ്പനി ഉണ്ട്, നമുക്ക് അതെന്ത് ചെയ്യാം. സത്യം പറഞ്ഞാൽ കേന്ദ്രത്തിലുള്ള ഒരു BJP നേതാവ്, ഞാൻ പോട്ടെ പറയുന്നില്ല, BJP നേതാവ് ഒരു BJP ആയിട്ട് വലിയ ബന്ധമുള്ള ഒരാള്, പുള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ട് 2 കോടിയൊക്കെ എങ്ങനെയാണ് കൈക്കൂലി പണി മേടിച്ചു എന്ന് തന്നെ വിചാരിച്ചു, എങ്ങനെയാണ്? പുള്ളി കർണാടകത്തിലുള്ള, പുള്ളി പറഞ്ഞ അവിടെയൊക്കെ 2 കോടി രൂപ മേടിച്ചു പറഞ്ഞ ആളുകൾ നമ്മുടെ തലക്കെട്ടടിച്ചിട്ട് പോകുന്നു. ഏതൊരു മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരാളുടെ. പ്രജിതക്കൊന്നും ചിന്തിച്ചു നോക്കി അറിയാൻ പറ്റില്ല. പ്രജിത ഏതെങ്കിലും, ഞാൻ പറഞ്ഞ ഇവ എന്നെ വിട്, പ്രജിതക്ക് വിശ്വാസമുള്ള സംഘപരിവാരോ BJP-യോ കോൺഗ്രസോ ആരോടെങ്കിലും വിളിച്ചിട്ടൊന്ന് ചോദിച്ചു നോക്ക്, ഒരു മുഖ്യമന്ത്രി ആയാലും ഇത്രയൊക്കെയാണ് കാശ് മേടിക്കാൻ. പിന്നെ ഒരു സൗകര്യമുണ്ട്, എന്താണെന്നറിയാമോ? ഈ ബിസിനസിന്റെ കാര്യങ്ങളാവുമ്പോൾ പണമുള്ളവരോടും നമുക്കിത് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. ഇപ്പൊ തുറന്നു പറഞ്ഞാൽ ഞാൻ പറയാം, പ്രജിത വളരെ നല്ല കുട്ടിയാന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങളൊന്നും പ്രജിതക്ക് ഇതിന് കുഴപ്പങ്ങളുണ്ട് കേട്ടോ, അപ്പൊ എന്നാ പറഞ്ഞുതരാന്ന് പറഞ്ഞാ കൊള്ളാം, അത്രേ ഉള്ളു. അല്ലാതെ ഇതിൽ ഒരു കാര്യമില്ല. ഇനി പ്രജിതക്ക് ഞാൻ ചലഞ്ച് ചെയ്യപ്പ ഒരു 5 കൊല്ലം, ഇപ്പൊ തന്നെ ഇത് 2019 തുടങ്ങിയ അന്വേഷണമാണ്. 2021 വരെ SFIO അന്നിപ്പോ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ യൂട്യൂബ് വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട്. കേട്ട ഒരു യൂട്യൂബർ പറഞ്ഞ വാചകമുണ്ട്, SFIO ആണ് അതെന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. അതെന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, അഡ്വക്കേറ്റുമാർ, പിന്നെ പായസം ഉണ്ടാക്കുന്നവർ, പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് മറ്റ് IB ഉദ്യോഗസ്ഥർ, ഇങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു വൻ ഗ്രൂപ്പാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഈ പുള്ളി തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഗസ്റ്റിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് മറ്റേ അമേരിക്കയുടെ ഫെഡറൽ ഏജൻസി പോലീസ് ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. വിമാനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. പിന്നെ വിമാനം പക്ഷെ പറന്നിട്ട് ഇവിടെ എത്തിയിട്ടില്ല. കുറെ ദിവസങ്ങൾ എനിക്കൊണ്ട് അവരെവിടെയെങ്കിലും ചുറ്റിയടിക്കായിരിക്കും. സാർ, ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകളിലെല്ലാം പെട്ടെന്ന് തീർപ്പുണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയപരമായിട്ട് തെളിയിക്കപ്പെടുകയും ഒരു മിനിറ്റ്, അതാണ് ഇതിന്റെ ഗുണം. ഇതിന്റെ ഗുണം അതാണ്. ചിലപ്പോൾ അറസ്റ്റ് പോലും നടക്കും. കാരണം വെച്ചാൽ അറസ്റ്റ് ചെയ്ത് മറ്റേ ഇതിലിട്ടാലും മറ്റേ ജയിലിലിട്ടാലും പേടിക്കാനില്ല. എല്ലാം കഴിഞ്ഞ് മറ്റേ ലാസ്റ്റ് എന്ത് ചെയ്യുക, ജയിലിൽ വന്ന് തുറക്കുക, തുറന്നിട്ട് എന്ത് ചെയ്യുക, അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞ പോലെ പറയുക, പൊക്കോ ഒന്നുമില്ല, തമാശക്ക് പറഞ്ഞു പൊക്കോ. പ്രബീർ പുർക്കായസ്ഥനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്തതിന് എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കുമെന്ന് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ പിന്നെ കേസ് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പറയണ ഗ്രോസ് മിസ്യൂസ് ഓഫ് ലോ എന്നാണ്, നിയമത്തിന്റെ അങ്ങേറ്റത്തെ മൊത്തമായിട്ടുള്ള ദുരുപയോഗം എന്നാണ് പറഞ്ഞേക്കണം. അതാണ് ഇതിന്റെ ഗുണം. ഇതൊക്കെ കഴിഞ്ഞ് പ്രജിതയൊക്കെ മറ്റേ
കൊല്ലം 15 കൊല്ലം കഴിയുമ്പോൾ പറയുന്നത് ശരിയാ പുള്ളി വിട്ടുപോയിട്ടാന്ന് പറയും. പക്ഷെ വിട്ടുപോയാലും കേരളത്തിലൊരു ഗുണമുണ്ട്. എന്തെങ്കിലും ഉണ്ടാവും, പിടിക്കാൻ പറ്റാത്തായിരിക്കും. കുഴപ്പമില്ല. ചാരക്കേസും ഇത് തന്നെയല്ലേ സംഭവിച്ച. ചാരക്കേസ് നമ്പി നാരായണന് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തു. 100 ലക്ഷം രൂപ. ആരെ? താങ്കളുടെ എന്റെയൊക്കെ ടാക്സിൽ നിന്ന് എടുത്ത്. ആർക്കും ഒരു സങ്കടവും ഇല്ലല്ലോ. സങ്കടമില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഞാനൊരു കാര്യം മിനിമം ചോദിക്കും. ഒരു അന്വേഷണ ഏജൻസി വീണ ടിക്കെതിരെ നടപടി എടുക്കുന്നു. വീണ ടി മതി. വീണ ടിയുടെ കയ്യിൽ നിന്ന് ഇത്ര പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മാന്യതയുണ്ട്. വീണ ടി ഡോട്ടർ ഓഫ് പി വിജയൻ. ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ, കുറച്ചുപേർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. മറ്റേ മറുകിന്റെ കാര്യം എഴുതാൻ വിട്ടുപോയി. ഏത്? പിണറായി വിജയന്റെ തോളത്ത് എന്താണ്, ഇടത്തെ തോളത്ത് ഒരു മറുകുണ്ട് എന്ന് കൂടി എഴുതി വെക്കായിരുന്നു. ഇനി ആരെങ്കിലും വല്ല ഷട്ടൂരുമ്പോ കണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണമല്ല. പ്രജിത ഒരു കാര്യത്തിൽ തെറ്റ് ചെയ്തു. പ്രജിത അച്ഛന്റെ പേര് എഴുതി വെക്കണ മാന്യതയാണോ മര്യാദയാണോ? ആണാ? എന്തോന്നാണ് പ്രജിത? പിന്നെ ഇവരെ അന്വേഷിച്ച കേസുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ട? ഞാൻ ലൈവ് വരാം ഇവിടെ. ഇ ഡി അന്വേഷിച്ച കേസുകൾ എത്ര ഉണ്ട് നമുക്ക് വല്ല ഇതുണ്ട? അജിത് പവാർ 30,000 കോടി രൂപ അഴിമതി BJP ആരോപിച്ചു. അജിത് പവാർ NDA ചേർന്നു. പിന്നെ നമ്മൾ തോണ്ടി വിളിച്ചു ചോദിച്ചു, അല്ല ഒരു 30,000 കുഴപ്പമൊന്നുമില്ല. ED പിന്നെ മിണ്ടിയിട്ടില്ല. എല്ലായിടത്തും ED പ്രചരണത്തിന് കൊടുക്കാനുള്ള ആയുധം സപ്ലൈ ചെയ്യുന്നവരാണ്. പ്രചരണ ആയുധങ്ങൾ, അതായത് പ്രൊമോഷണൽ മെറ്റീരിയൽസ് വിൽ ബി സപ്ലൈഡ് ബൈ ED. അതാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ കോൺഗ്രസ്സുകാരെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണല്ലോ. നാഷണൽ ഹെറാൾഡ് കേസിൽ ആരെയാണ് ചോദ്യം ചെയ്തത് രാവിലെ മുതൽ രാത്രി വരെ? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ. അപ്പൊ ED മോശം. ഇപ്പഴാ കുഴപ്പമില്ല. CPM ഇതിനെ കൃത്യമായി പ്രതിരോധിച്ചില്ലെങ്കിൽ CPMന്റെ ആളുകൾക്ക് തോന്നുന്നു ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയതാണ് കഴിഞ്ഞ തവണ സംഭവിച്ചത്. അതുകൊണ്ട് ഇപ്പോഴേ മുതൽ ഇതിനെ പ്രതിരോധിക്കുകയും മുമ്പിട്ട് ഇറങ്ങുകയും വേണം. വീണ വിജയനല്ലേ, മകളല്ലേ, അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നാണിച്ച് നഖം കടിച്ചാണ് CPM നിൽക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീണ വിജയനാണ്, മകളാണ്, പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല, പക്ഷെ പാർട്ടി ന്യായീകരിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പാർട്ടി ഡിഫെൻഡ് ചെയ്യണം. ഒരൊറ്റ കാര്യം കൊണ്ടാണ്. കാരണം ഇത് വീണ വിജയനെ ലക്ഷ്യമിട്ടുള്ള പരിപാടിയല്ല. ഇത് പിണറായി വിജയനെ മുഹമ്മദ് റിയാസിനെയൊക്കെ ലക്ഷ്യമിട്ടുള്ള പരിപാടിയാണ്. അതിലൂടെ ഈ പാർട്ടിയെ നാണം കെടുത്താനുള്ള പരിപാടിയാണ്. പാർട്ടിയുടെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി നശിപ്പിക്കാനുള്ള പരിപാടിയാണ്. പാർട്ടി കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ചിട്ട് ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പറ്റില്ലെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു അഴിമതി ആരോപണം, അഴിമതി വേണ്ട, ആരോപണമെങ്കിലും. എന്തേ? പൊതുമരാമത്തല്ലോ ഭരിച്ചത്. പൊതുമരാമത്ത് നടത്തിയ പണികളുടെ കണക്കൊന്നും എടുത്ത് വെച്ചാൽ എത്ര കോടികളിൽ വരും? അതിന് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ എത്ര കമ്മീഷൻ മേടിക്കാം? ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എത്ര കോടികൾ മേടിക്കാം? 1 രൂപയുടെ അഴിമതി ആരോപണം വന്ന പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യും? 3 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും പണം മേടിച്ച് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യും. ഇത്രയും വലിയ ഭാവന സ്വപ്നങ്ങളിൽ മാത്രം. കല്യാൺ സിൽക്സിന്റെ പരസ്യമല്ല, ഇതിലും നല്ല സെലക്ഷൻ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്ന പോലെ ഇതിലും നല്ല ഭാവന സ്വപ്നങ്ങളിൽ മാത്രം. അതുകൊണ്ട് മനോരമയുടെ ഇനിയും ഇതുപോലെയുള്ള ഷോർട്ട് സ്റ്റോറീസിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഞാനിപ്പോൾ ഈയിടെയായിട്ട് MTയുടെയോ മറ്റേ ആർ കെ നാരായണന്റെ ഒന്നും കഥകളും ഷോർട്ട് സ്റ്റോറീസ് വായിക്കാറില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വായിക്കുന്നത് ഇതാണ്. ഇനി EDയുടെയും ഷോർട്ട് സ്റ്റോറിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. രണ്ടും വായിച്ച് ഞാൻ എന്ത് ചെയ്യും? ത്രിതംഗ പുളകിതരാകും.